എല്ലാവർക്കും ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു, ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എല്ലാ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ വീഡിയോസും കാണുക, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കണം. എല്ലാ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചന ചില്ലിയാണ്. ഇതൊരു ചപ്പാത്തിയിലേക്കും പൊറോട്ട അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചന ചില്ലി ഉണ്ടാക്കാനുള്ള കടലൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് രാത്രിയിൽ 1 കപ്പ് കടലയുടെ അളവാണ് കേട്ടോ. അപ്പോൾ പറയുന്നത് 1 കപ്പ് കടല എടുത്ത് രാത്രിയിൽ കുതിർത്തി ഇപ്പോൾ രാവിലെ അതേ കുക്ക് ചെയ്യാൻ പോകണം. കുക്കറിൽ ഒരു 4 വിസിലടിച്ചതിന് ശേഷം പിന്നെ ഒരു 10-15 മിനിറ്റ് സിമ്മിലിട്ട് വയ്ക്കും. അപ്പോൾ പിന്നെ ആ വേവിൽ നമുക്ക് വെന്ത് കിട്ടും. അതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അഥവാ രാത്രിയിൽ വെള്ളത്തിലിടാൻ മറന്നു പോയെങ്കിൽ രാവിലെ കടല നന്നായി കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് അങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ ശേഷം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിലിട്ടില്ല എന്നുള്ള ഒരു ടെൻഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ കടല ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എത്ര കൊണ്ടോ ഒഴിക്കുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ കടലയുടെ മുകളിൽ കുറച്ച് നേരം വെള്ളം നിന്നോട്ടെ കേട്ടോ, ഒരുപാട് കൂടുതൽ വേണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി കടല ഒരു 4 വിസിലടിച്ചതിന് ശേഷം, ഇപ്പോൾ അത് കിടക്കുന്നത് ഒരു മീഡിയം ലെവലിലാണ്. ഇനി കടല ഒരു 4 വിസിലടിച്ചതിന് ശേഷം അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വയ്ക്കും. എന്നിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ ഇടും കേട്ടോ. ഇപ്പോൾ കടല നന്നായി വെന്തിട്ടുണ്ട്. അധികം വെന്ത് ഉടങ്ങിയൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലും അല്ല, അത്യാവശ്യം ഒരു ഉടഞ്ഞു പോവണ്ട, ആ നിലക്ക് വെന്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലെ വെള്ളം കളയൊന്നും വേണ്ട. നമുക്ക് വല്ല വെജ് കുറുമ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ആ വെള്ളം യൂസ് ചെയ്യുക. വെറുതെ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ കടല ഞാൻ അതിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കുന്ന വരെ നമുക്ക് മാറ്റി വയ്ക്കാം. കടല വെന്ത് ഉടയരുത് കേട്ടോ. ഇതിൻ്റെ ഒരു ഇത്തിരി വേവ് കൂടിപ്പോയി, അത്രയും ആവണ്ട. എന്താ വെന്ത് ഉടയുകയും ചെയ്യരുത്, വേവാതിരിക്കുകയും ചെയ്യരുത്. ആ ഒരു മീഡിയം ലെവലിൽ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഉണ്ട്, അത്രയും ഇടുന്നില്ല. ഇതിൻ്റെ ഒരു ഹാഫ്, അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി തരിതരിപ്പായിട്ട് പൊടിച്ചത്, അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുടഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കടല മൊത്തം ഉടഞ്ഞു പോകും. ഉടയരുത്. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഇങ്ങനെ പല സൈഡും തിരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കടലയിൽ ഓൾറെഡി ഒന്ന് നനവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ കോൺഫ്ലവർ ഇട്ടതൊക്കെ അതിൽ നന്നായി പറ്റി പിടിച്ചു. അപ്പോൾ ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നുകൂടെ അതുപോലെ കുടഞ്ഞ് മിക്സ് ചെയ്യുക കേട്ടോ. 1 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുടഞ്ഞ് മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലവർ ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ ഭാഗത്തും ഒരു വൈറ്റ് കളർ കാണുന്നില്ലേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. ഒരുപാട് നേരം വയ്ക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ചന ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില്ലി പേസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചില്ലി പേസ്റ്റ് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാനാണ് ഒരു 15 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു 2 കപ്പോളം വെള്ളത്തിൽ നമുക്ക് തിളപ്പിച്ച് വേവിക്കണം. നിങ്ങളുടെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഉണ്ടാക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മാത്രം ചില്ലി പേസ്റ്റ് ഉണ്ടാക്കണതാണ് കേട്ടോ. ഒരു പോട്ട് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ 15 കാശ്മീരി, ഇതിൻ്റെ ഞെട്ട് കളയൊന്നും വേണ്ട കേട്ടോ. ഞെട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ അതിലെ ആ കുരുവൊക്കെ അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഞെട്ട് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ലാസ്റ്റ് അരയ്ക്കുന്ന സമയത്ത് കളയാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കാശ്മീരി മുളക് ഇപ്പോൾ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് വെന്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് കേട്ടോ, 2 വെള്ളുള്ളിയും കൂടെ അതിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ചില്ലി ഗാർലിക് സോസിൻ്റെ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ. അതിനുവേണ്ടി 2 വെള്ളുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നമുക്കൊരു സ്ട്രെയിനർ എടുത്തിട്ട് നമുക്കൊന്ന് അതിലേക്ക് ഊറ്റിയെടുക്കാം. ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഞെട്ട് ഭാഗം നമ്മൾ കളഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഞെട്ട് ഭാഗമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരയ്ക്കുന്നതിൽ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുക കേട്ടോ. ആ വിനീഗർ ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഉപ്പൊന്നും ഇടണ്ട,
ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ. എന്നിട്ടും അരഞ്ഞിട്ടില്ലെങ്കിൽ അരയാൻ മാത്രം പാകത്തിനായിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. 3 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ട് ഈ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മുളക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില്ലി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒഴിച്ചാൽ മതി കേട്ടോ. ചില്ലി പേസ്റ്റ് ചിലവരൊക്കെ വാങ്ങിച്ച് വെച്ചവരാണെങ്കിൽ അത് ഒഴിച്ചാൽ മതി. അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ കേടാവാനൊന്നും സാധ്യതയില്ല. ഞാൻ ഇതിൽ വിനീഗർ ഒഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എക്സ്ട്രാ ഒരു 1/4 കപ്പോളം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ആഴ്ചയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. കേടൊന്നും വരാറില്ല. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചൂടാവാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചെന ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ കോൺഫ്ലവറും പെപ്പറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ചെന ഇതിൽ നന്നായിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഗ്യാസ് സിമ്മിലാക്കേ മീഡിയം ലെവലാക്കേ ഒന്നും വേണ്ട. കാരണം ഓൾറെഡി ഇത് കുക്കായ ചെനയാണല്ലോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച ഓയിലാണ്. ഓയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ല ഇട്ട് ഒഴിച്ചിരിക്കുന്നത്, ഓയിലാണ്. വെളിച്ചെണ്ണ വേണ്ട, ഓയിലിൽ ഫ്രൈ ചെയ്താൽ മതി. നമുക്കിതൊരു 2 ട്രിപ്പായിട്ട്, വലിയ പാനാണല്ലോ, 2 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 1 കപ്പ് അളവിലുള്ള ചെനയല്ലേ ഉള്ളൂ. ചെന മൊത്തം ഫ്രൈ ചെയ്തെടുക്കൽ കഴിഞ്ഞു കേട്ടോ. 2 ട്രിപ്പും ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ. ഇനി ചെന ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ഗ്യാസിൽ വെച്ചു. ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് എല്ലാം കൂടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കാൻ പോവാണ്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. റെഡ്, ഓറഞ്ച്, ഗ്രീന്, യെല്ലോ. പക്ഷെ ഇതെല്ലാ ക്യാപ്സിക്കം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം എല്ലാ കളറും എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ വെക്കാറുള്ളൂ. അപ്പം ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഇനിയിപ്പോൾ ഇതെല്ലാ ക്യാപ്സിക്കം കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. ഒരു കളറും ഇല്ലെങ്കിലും ഗ്രീൻ ക്യാപ്സിക്കം എന്തായാലും എടുക്കണം. ബാക്കിയുള്ള കളറൊന്നും എടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഗ്രീൻ ക്യാപ്സിക്കം ഇട്ടാലാണ് നമുക്ക് ശരിക്കുള്ള ആ ഒരു സ്മെല്ല് കിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓനിയനാണ് കേട്ടോ. സ്പ്രിംഗ് ഓനിയൻ്റെ 2 ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള ഭാഗവും ഇത് കട്ടി കുറഞ്ഞ നല്ല ഫ്രണ്ടിൽ വരുന്ന നല്ല ഗ്രീൻ ഭാഗവും. ഇതിപ്പോൾ രണ്ടും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. സ്പ്രിംഗ് ഓനിയൻ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഈ റെസിപ്പിക്ക്. ഇതിപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതില്ലെങ്കിൽ നമുക്ക് ഒനിയൻ എടുത്തിട്ട് നന്നായി ചോപ്പ് ചെയ്തിട്ട് അത് ഇട്ടാൽ മതി ഫസ്റ്റിൽ ഇടുന്നതിന് പകരം. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് കയ്യിലില്ലാന്ന് വെച്ചെങ്കിൽ കുറച്ച് മല്ലിയില എടുത്തിട്ട് ഇട്ടാൽ മതി. ഗ്യാസ് ഓണാക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കല്ലേ, ഓയിൽ മാത്രം ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും അരച്ച് പേസ്റ്റാക്കി ബോളാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നിന്ന് ഒരു ബോൾ എടുത്തതാണിത്. ഇതിപ്പോൾ 1 ടീസ്പൂണോളം വെള്ളുള്ളിയും അതിനേക്കാളും കുറച്ച് ഭാഗമായിട്ട് ഇഞ്ചി ഉണ്ടാവും. അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ ആ കട്ടിയുള്ള ഭാഗം വൈറ്റ് പോർഷൻ കേട്ടോ. പച്ചമണം ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ ആവുമൊന്നും വേണ്ട, പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർക്കുകയാണ്. എത്ര ടീസ്പൂണാണ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് ടേബിൾ സ്പൂണാണ് കേട്ടോ. ടേബിൾ സ്പൂണിൻ്റെ കണക്കാണിത്. 1 ടേബിൾ സ്പൂൺ ചേർത്തു. 2 ടേബിൾ സ്പൂണ്, 3, 4, ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ സോയ സോസ് ചേർക്കുക കേട്ടോ. അത് ലൈറ്റാണ്. സോയ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കെച്ചപ്പ്. ഉപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. കാരണം സോയ സോസിലൊക്കെ ഉപ്പുള്ളതാണല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എക്സ്ട്രാ എരിവൊന്നും വേറെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൊടിച്ചത് ചേർക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളകിൻ്റെ ആ ഒരു എരിവ് തന്നെ മതി എന്നുള്ളതിൽ വേറെ ചേർത്തിട്ടില്ല. കുറച്ച് പച്ചമുളക് ലാസ്റ്റ് കീറിയിടുന്നുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അത് കട്ട പിടിച്ച് പോവുള്ളൂ. അതിന് ശേഷം നമുക്ക്
ഗ്യാസ് വല്ലാണ്ട് കൂട്ടിയിടണ്ട കേട്ടോ. ഈ കോൺഫ്ലവറിന് അത്യാവശ്യം വേവുണ്ട്, അതൊന്ന് വെന്തോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഒരു പച്ചമണം ഉണ്ടാവും. ഇനിയിപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇടുക. സോയ സോസിൽ ഉപ്പുള്ളതാണ്, ഉപ്പ് കൂടി പോകണ്ട. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. 1 ടേബിൾ സ്പൂൺ മധുരം ഇട്ട് കൊടുത്ത് നോക്കി നോക്കുമ്പോൾ മധുരം കാണുന്നില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം നോക്കിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. എല്ലാം നോക്കുക, ഉപ്പ്, പുളി, മധുരം എല്ലാം നോക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് ആക്കണേ. നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കടല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ സിമ്മിലാണ് കേട്ടോ ഗ്യാസ് ഇട്ടിരിക്കുന്നത്. കടലയിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. മധുരം നോക്കി നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ മൊത്തം ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ആയിട്ടാണ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് കൂടിയിട്ടൊന്നുമില്ല, കറക്റ്റ് തന്നെ ആവുള്ളൂ. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു ലൂസിൽ വേണം നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടാൻ. വല്ലാണ്ട് തിക്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ അത്, കാരണം കോൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് തിക്കായി പോയാൽ പിന്നെ നമുക്കൊരു ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇടുകയാണ്. പിന്നെ ഒരു 6 പച്ചമുളക് കീറിയത് അതും കൂടെ ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അധികം വെന്ത് കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഒക്കെ അതിൻ്റെ ആ ക്രിസ്പ്നെസ് പോവുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വിനീഗർ ഒഴിക്കണം കേട്ടോ. ഞാൻ വിനീഗർ ഓൾറെഡി ഇതിൽ ചില്ലി സോസിലുള്ളതുകൊണ്ട് പിന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ പുളി കുറച്ച് കുറവാണ്. അപ്പോൾ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഷുഗറും വിനീഗറും ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ഇത്തിരി സ്പ്രിംഗ് ഓനിയൻ കൂടെ അതിലിട്ടിട്ട് നമുക്കിത് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഗ്രേവി ഭയങ്കരമായിട്ട് തിക്നെസ്സായി പോയി കഴിഞ്ഞാൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ചെയ്താൽ മതി. ഇതൊക്കെ ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൂസിൽ തന്നെ കഴിക്കാം. ഇതിപ്പോൾ കുറച്ച് നേരം വെച്ചിരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കായി പോകും. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം വൈകിട്ട് കഴിക്കുന്നത് വെച്ചാൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചന ചില്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും കുബൂസ് ആയാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ വീഡിയോ ഒരു ഇത്തിരി ലെങ്തി ആയോ എന്നൊരു സംശയമുണ്ട്. അത് ആ ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെ ഇതിൽ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്തിരി ലെങ്തി ആയി പോയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടു നോക്കി ഉണ്ടാക്കി അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.